മഹാനായ പിണറായിയുടെ തള്ളുകൾക്ക് കുറവൊന്നുമില്ല. എന്താണ് 8 കൊല്ലം മുമ്പ് പറഞ്ഞത്? ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അതുകൊണ്ട് 3 മാസം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ അങ്ങ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 3 മാസം എന്ന് പറഞ്ഞ് 8 കൊല്ലമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? കുറെ കൊണ്ട് കുറേ സാധനങ്ങൾ, വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് റെയിൽ. അതിനു വേണ്ടിയിട്ട് കുറച്ച് കുറ്റി ഇട്ടു. ആ കുറ്റി ഇട്ടത് കൊണ്ട് കുറെ ആൾക്കാരുടെ ഹൃദയം നുറുങ്ങി എന്നല്ലാണ്ട് വേറെ എന്ത് ചെയ്യാ? പിന്നെ കുറെ എന്താണ് ഫോൺ വന്നു, പോയ വഴി കണ്ടില്ല. പിന്നെ പ്ലൈന്, അതും കണ്ടില്ല. ഇനിയിപ്പോ ആകെ ഉള്ളതെന്ന് പറഞ്ഞ് കുറെ കടവും കുറെ അഴിമതികളും മാത്രമാണ് ഇവിടെ ഉള്ളത്. എറണാകുളത്ത് കളക്ടറേറ്റിൽ 14 ഓഫീസുകളുടെ കറണ്ട് ഫ്യൂസൂരി, 14 സർക്കാർ ഓഫീസുകളുടെ ഫ്യൂസൂരി. അവിടെ ചുട്ടിട്ടിരിക്കാൻ വയ്യ, ഇന്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പണ്ടേ കമ്പ്യൂട്ടറിനോട് ദേഷ്യമാണ്. എങ്കിലും അവിടെയുള്ള ആ ജോലി ചെയ്യുന്നവർ അവരുടെ കഷ്ടകാലത്തിന് അവരുടെ ലാപ്ടോപ്പിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. ആ ഉള്ള ചാർജും അവരുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടും വെച്ച് കുറച്ച് പണികളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും അതിന് ഒരു പരിധിയില്ലേ. 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതും തീരും. പരമാവധി 2-3 മണിക്കൂറാണ് ഒരു ലാപ്ടോപ്പ് കിട്ടുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു, അതും തീരും. എന്തായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ മറിക്കും, ആന മറിക്കും, ചേന മറിക്കും. പദ്ധതികൾക്കും തള്ളുകൾക്കും, അതായത് തള്ളു പദ്ധതികൾക്ക് യാതൊരു കുറവില്ലാത്ത നാടാണ് നമ്മളെ കേരളം. ഇപ്പൊ പറയുന്നത് സിംഗപ്പൂരാക്കാൻ പോവാണെന്നാണ്. നമ്മൾ ഈ സിംഗപ്പൂർ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇപ്പോ കണ്ട മുറുക്കാൻ പീടികയിലും അതുപോലെ മുടിവെട്ട് പീടികയിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഹിന്ദി പഠിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. മുടി വെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ തല തന്നെ വെട്ടിക്കളയുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കേരളം ബംഗാളാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ബംഗാളാക്കുമെന്ന് സത്യമായിട്ട് നമ്മൾ കരുതിയില്ല. ബംഗാളിലുള്ള സകലെണ്ണം ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ നേരെ കേരളത്തിലേക്ക് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് വഴി ചോദിക്കാൻ പറ്റുമോ? മാലു നൈ മലയാളം ഇല്ല എന്നാണ് പറയുന്നത്. നല്ല ശുദ്ധമായ മലയാളത്തിൽ ചോദിക്കും, ചങ്ങാതി എങ്ങോട്ടാ ഈ വഴി, എങ്ങോട്ടാ പോകേണ്ടെന്ന് ചോദിക്കും, മലയാളം ഇല്ല, അതാണ് കേൾക്കുന്നത്. ഇല്ലേ? ആ ബംഗാളികളെ മുഴുവൻ ഇവിടെ കൊണ്ട് തള്ളി. എന്നതുപോലെ ഇപ്പൊ കേരളം സിംഗപ്പൂരാക്കും എന്നാണ് പറയുന്നത്. എന്തെടുത്ത് വെച്ചിട്ട്? കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ല ഇവിടെ. കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം സർക്കാർ ഓഫീസിന്റെ ഫീസ് ഊരി എന്നിട്ടാണ് ഇവിടെ കിടന്ന് തള്ളുന്നത്. ഇവിടെ സിംഗപ്പൂരാക്കും അത്രേ. പക്ഷെ ഇവിടെ പണമുണ്ട്. ഇവിടെ കേരളീയം നടത്തി. എന്തൊക്കെയാ നടത്തിയെന്ന് എനിക്കറിയില്ല. കുറെ ആൾക്കാർ കുറെ പൈസ കൊടുത്തു, കുറെ ആക്രോശിച്ച്, കുറെ ഡയലോഗ് അടിച്ചു എന്നല്ലാണ്ട് എന്തൊക്കെയാണ് നടന്നത്? ഒന്നും നടന്നില്ല. അതുപോലെ ഇവിടെ മറ്റൊരു പരിപാടി നടത്തി. എന്താണ്? വടക്കു മുതൽ തെക്ക് വരെ ഒരു ബസ്സും കൊണ്ട് കുറെ ഓടിയിട്ട് നവകേരള ടൂർത്ത് നടത്തി. കുറെ പൗരപ്രമുഖരെന്ന് കുറെ ആൾക്കാർക്ക് കുറച്ച് പൈസ ചെലവായി. അവർക്ക് കുറെ കോഴിയിറച്ചിയും കുറെ ആട്ടിന്റെയും ജീവൻ പോയി എന്നല്ലാണ്ട് എന്താ മെച്ചമുണ്ടായത്? വേറെ ഒരു മെച്ചം ഉണ്ടായില്ല. ജനങ്ങളൊന്നും വല്ല പരാതി വാങ്ങിയോ? ഒരു പരാതി വാങ്ങിയില്ല. വാങ്ങിയ പരാതിന്റെ കഥ നമ്മൾ പറയാതിരിക്കുന്ന നല്ലത്. എന്താ ചെയ്തത്? ഒരു വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി മടുത്തു. അവസാനം ആ വില്ലേജ് ഓഫീസർക്കെതിരെ ഒരു പരാതി എഴുതിയിട്ട് ഇതൊന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുഖ്യമന്ത്രിയുടെ നവകേരള ടൂർത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ആ പരാതി നേരെ മുഖ്യമന്ത്രിയെ പരാതി കിട്ടിയില്ല കേട്ടോ. ആ പരാതി വാങ്ങിയിട്ട് അത് പരിഹരിക്കേണ്ട ആള് നേരെ വില്ലേജ് ഓഫീസറായിട്ട് നേരെ വില്ലേജ് ഓഫീസർക്ക് വീണ്ടും അത് കൊണ്ടുവന്ന് കൊടുത്തു. ഇനി അവന്റെ ജന്മത്തെ ആ പരാതി പരിഹരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വില്ലേജ് ഓഫീസർക്കെതിരെ പരാതി എഴുതിക്കൊണ്ട് കൊടുത്തവന്റെ പരാതി അവന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ അവൻ ശരിയായി കൊടുക്കൂല. അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതും കൂടെ പോയി എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കയറിയപ്പോൾ എന്താ പറഞ്ഞു? ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. എൻ്റെ പൊന്നാര മുഖ്യമന്ത്രി 14 ഓഫീസുകളുടെ ഫീസാണ് ഇപ്പോൾ ഊരിയേക്കണേ. ആ 14 ഓഫീസുകളുടെ ഫീസ് ഊരിയത് ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഫീസ് ഊരുന്ന അവസ്ഥയിലേക്ക് അപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ലോക ബാങ്കുകളും ഈ പറഞ്ഞ മറ്റു ബാങ്കുകളും ഒക്കെ വന്നു കണ്ടിനി എന്നാണ് കേരളത്തിന്റെ ഫീസ് ഊരിക്കൊണ്ട് പോകണമെന്ന് അറിയില്ല. അത് കാത്തിരിക്കണം ഇവിടെ. ആ ജനത്തിന്റെ മുന്നിലേക്ക് ഒരു ഉദാഹരണമായിട്ട് ഊരിട്ടേക്കുന്നു. 14 സർക്കാർ ഓഫീസിലെ ഫീസ് ഊരുക എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കും? അത് കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷന്റെ ഉള്ളിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ വീണാ വിജയന്റെ പ്രശ്നം തീർക്കാനും CMRലും എക്സാലോജിക്കായിട്ടുള്ള വിഷയം തീർക്കാനും അതിന്റെ കോഴയുടെ കാര്യങ്ങൾ തീർക്കാനും കണക്കൊപ്പിക്കാൻ വേണ്ടി കമലാ വിജയന്റെ പെൻഷനാണെന്ന് പറയാനും അതുപോലെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാനും കേസിന് സ്റ്റേ വാങ്ങാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും രഹസ്യമായി അന്വേഷണത്തിന് മൊഴിയെടുക്കാൻ വേണ്ടി കൊണ്ടെത്തിക്കാനും ഇവിടുന്ന് നാട് കടത്താനും ഒക്കെ നിങ്ങൾക്ക് പണമുള്ളൂ. നിങ്ങൾക്ക് അതിനൊക്കെ സമയവുമുള്ളൂ. കേരളത്തിലെ സാധാരണക്കാരന്റെ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് അറിയോ? ഇല്ല. അറിയുമായിരുന്നെങ്കിൽ സ്വന്തം ഭരണത്തിന് കീഴിൽ ഓഫീസുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷയം വരൂലല്ലോ. എന്തൊരു നാണക്കേടാണ്. ഫ്യൂസ് ഊരി ഇന്നത്തെ സംഭവമാണ്. ഊരി 14 ഓഫീസുകളുടെ ഫീസ് 42 ലക്ഷം രൂപ ചോള അങ്ങോട്ട് എണ്ണി കൊടുക്കണം. ആ 42 ലക്ഷം രൂപ ചോള അങ്ങോട്ട് എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. എന്ത് കഷ്ടമാണ് 14 സർക്കാർ ഓഫീസുകളുടെ ഫീസ് ഊരി എന്ന് പറഞ്ഞാൽ. ഇതിൽ പരം നാണക്കേടുണ്ടോ? നിങ്ങൾ കേരളം സിംഗപ്പൂരാക്കാൻ നടക്കുന്നത്, റെയിൽ ഉണ്ടാക്കാൻ നടക്കുന്നത്, ഫോൺ ഉണ്ടാക്കാൻ നടക്കുന്നത്, പിന്നെ പ്ലൈൻ ഉണ്ടാക്കാൻ കുറെ നടന്നത്, പിന്നെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ നടന്നിട്ട് എന്താ അവിടെ ഉണ്ടാക്കിയത് കുറെ കടം എന്ന് പറഞ്ഞാൽ ഖജനാവ് നിറയെ കടം, വേറെ ഒന്നുമില്ല. എന്നിട്ട് വീണ്ടും
ചെന്ന് ചോദിക്കുകയാണ് കടം വാങ്ങാനുള്ള പരിധി ഒന്ന് കൂട്ടിത്തരുമെന്ന്. അതാണ് സുപ്രീം കോടതി ആട്ടി ഓടിച്ചു വിട്ടത്. സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമന്റെ മുന്നിൽ നാണം കെട്ട് വന്നതല്ലേ. എന്നിട്ടും പഠിച്ചു, ഇതൊന്നും പഠിച്ചില്ല. പഠിക്കാതെ വീണ്ടും ഇന്നിപ്പോൾ ഫീസ് ഊരുക എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുടെ ജീവിതമാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോണത്. എത്ര ഫയലാണെന്ന് നീങ്ങേണ്ടത്, എത്ര മണിക്കൂറുകളാണ് നഷ്ടം വരുന്നത്. ഒരു സർക്കാർ ഓഫീസിൽ 14 സർക്കാർ ഓഫീസുകളിൽ 1 മണിക്കൂർ തൊഴിലെടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ എണ്ണവും അവരെ 1 മണിക്കൂറോടെ ഒന്ന് കൂട്ടി നോക്കി എത്ര ദിവസത്തെ ജോലിയാണ് നഷ്ടപ്പെട്ടത്, എത്ര ഫയലാണ് അവിടെ കിടക്കുന്നത്. ഇത് വല്ല മുഖ്യമന്ത്രിക്ക് ചിന്ത വല്ല ബോധമുണ്ടോ? അല്ല, ബോധം വല്ല ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി പോയേനെ. ബോധം ഇല്ലാന്ന് നടിച്ചവിടെ കയറി അള്ളിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ഏതായാലും ആ കറണ്ട് ബില്ലുണ്ടെന്ന് അടയ്ക്കും, അവർ വെയിറ്റ് ചെയ്യണം അവിടെ. അതും ആ കോൺക്രീറ്റ് ചട്ടക്കൂടിനുള്ളിൽ ചുട്ടു പഴുത്ത് നാറാണക്കലകൾ ഇരിക്കുകയാണ്. കറണ്ടും ഇല്ല, ഇന്റർനെറ്റും ഇല്ല. ഇതൊന്നും ആവശ്യമുണ്ട്. കമ്പ്യൂട്ടർ ഇന്റർനെറ്റും ഒക്കെ നിങ്ങൾക്കേ ഉള്ള ഹറാമും അതേപോലെ നിങ്ങൾക്ക് വേണ്ടാത്തതും ഒക്കെ. കുറെ സാധുക്കൾക്ക് ഫയൽ നീങ്ങണമെങ്കിൽ അതൊക്കെ വേണം. വേഗം കറണ്ട് ബില്ല് അടിച്ചിട്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കും.